സർക്കാർ തുടർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മദ്യം നികുതി അടക്കമുള്ളവയിൽ ഇളവ് വരുത്തിയൊരു സാഹചര്യത്തിലാണ് കേരളിൻ്റെ ചോദിച്ചത്. അല്ല കേരളയിൽ ഇവർ നടപ്പാക്കണമെന്നല്ല, അതടക്കം താങ്കൾക്ക് മറുപടി പറയാം ചുരുക്കി പ്ലീസ്. അല്ല, ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നേതൃത്വം കൊടുത്ത ആളെ പുകഴ്ത്തുകയെന്ന്. ഈ 10 വർഷമാണ് കേരള LDF ഭരിച്ചത്, 5 വർഷമല്ല. 5 വർഷത്തിന് മുമ്പ് 99 സീറ്റാണ് LDFന് കിട്ടിയത്. അത് പിണറായിയുടെ നേതൃത്വം തന്നെയായിരുന്നു. അതിനുശേഷം കേരളത്തിൽ നടന്ന സർവേയിൽ, ഇപ്പൊ നടന്ന തെരഞ്ഞെടുപ്പിന്റെ സർവേയിൽ ഒരു മുഖ്യമന്ത്രി എന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ജനങ്ങളുടെ കിട്ടിയത് ആരാ? നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ എല്ലാവരും സർവേ നടത്തിയില്ലേ? ഒരാളെന്ന തരത്തിൽ, മുഖ്യമന്ത്രി എന്ന തരത്തിൽ പിണറായിക്കല്ലേ ഭൂരിപക്ഷം കിട്ടിയത്? തോൽക്കാനുള്ള കാരണം അതല്ലല്ലോ. എങ്ങനെ വോട്ട് ചെയ്തവർ ചെയ്തത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സർവേ ആണോ വലുത്? അല്ല, ഇദ്ദേഹം കുറച്ചു നേരം കൊണ്ടേ ഇരുന്നിട്ട് ആളുകൾ മനസ്സിൽ കാണാത്ത കാര്യങ്ങളെയൊക്കെ നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാൻ. അല്ല, നിങ്ങൾ പറഞ്ഞ ഒരുപാട് താങ്കൾക്ക് മനസ്സിലാവും. ഞാൻ ഇടയ്ക്ക് ഇതൊന്നും റെജിൻ പറഞ്ഞ ഒരുപാട് അപകടങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദ്യം ചെയ്തില്ലല്ലോ. ആ മര്യാദ തിരിച്ചുണ്ടാവണ്ടേ? അതായത് മുഖ്യമന്ത്രി എന്ന തരത്തിൽ കേരളത്തിലെ എല്ലാ സർവേകളിലും 1-ാം സ്ഥാനത്ത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തിപരമായി ഒരാൾ അല്ല ഇതിന്റെ പരാജയം എന്ന് കാണാൻ ഞങ്ങൾ എത്തിയതിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണത്. കാരണം മുഖ്യമന്ത്രി എന്ന തരത്തിൽ 1-ാം സ്ഥാനം VD സതീശനേക്കാൾ, KC വേണുഗോപാലിനേക്കാൾ കൂടുതൽ വോട്ട് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തത്, എല്ലാ സർവേകളിലും കൊടുത്തത് പിണറായി വിജയന് തന്നെയാണ്. ആ പിണറായി, നിങ്ങളിപ്പോ കേരളയിലെ DPRൽ നിങ്ങളോട് ആരാ പറഞ്ഞു? കേരളയിൽ പാരിസ്ഥിതിക അനുമതിയില്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇതൊക്കെ എന്ത് മണ്ടത്തര വിളിച്ചു പറയുന്നത്? കേരളയിൽ LDF നടത്തുന്നതുകൊണ്ട് നിങ്ങൾ നടത്താൻ സമ്മതിച്ചില്ലെന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാ? കേന്ദ്രം സമ്മതിക്കുന്നില്ല. അത്രേ ഉള്ളു കാര്യം, അല്ല വേറൊന്നുമില്ല. ഞങ്ങൾ ഒരാളിന്റെ ഭൂമി എടുത്തുകൊണ്ട് പോയില്ല. മഞ്ഞക്കുറ്റി ഇട്ടത് സർവേക്ക് വേണ്ടി മാത്രം ഇട്ടതാ. നിങ്ങളിപ്പോ അതിവേഗ റെയിൽപാത വേണ്ടെന്ന് പറയുന്നുണ്ടോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ശ്രീധരന്റെ പുറകെ പോവുകയാണല്ലോ, ശ്രീധരന്റെ പുറകെ പോവാണല്ലോ. അതുപോലെ K-ഫോൺ എവിടെയെന്ന്? K-ഫോൺ ഇവിടെ ഉണ്ട്, K-ചിക്കൻ ഇവിടെ ഉണ്ട്. നിങ്ങളൊക്കെ എടുത്ത് കളയാതിരുന്നാൽ മതി. എന്തിനാ ഈ കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെറുപ്പ് എന്തിനാണ്? എന്ന് പറഞ്ഞാൽ കേരളമാണല്ലോ, അതിനോട് ഇത്രയും വലിയ വെറുപ്പ് എന്തിനാണ്? ഈ വെറുപ്പെല്ലാം കൂടെ നിങ്ങൾ സൃഷ്ടിച്ചു വെച്ചപ്പോ നിങ്ങൾക്ക് തലവേദനയായിട്ട് മാറുകയാണ്. ഓരോ വെറുപ്പും നിങ്ങൾക്ക് തലവേദനയായിട്ട് മാറുകയാണ്. നിങ്ങൾ ഈ ജനാധിപത്യം എന്നൊന്നും പറയാതെ, നിങ്ങളുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ ജനാധിപത്യം. ഇപ്പൊ VM സുധീരനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റുമോ? ഓരോ അഭിപ്രായം പറയുന്നവരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പറയും ജനാധിപത്യ പാർട്ടിയാന്ന് പറയും. നിയന്ത്രിക്കാൻ പറ്റിയാൽ നിങ്ങൾ പറയും അച്ചടക്കമുള്ള പാർട്ടിയാന്ന് പറയും. ഞങ്ങളുടെ അച്ചടക്കത്തിനനുസരിക്കണമെന്ന് പറയും. എന്തിനാ സുധാകരൻ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോ ഞങ്ങൾ സെമി കേഡർ പാർട്ടി ആവും എന്ന് പറഞ്ഞേ? കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടി ഞങ്ങൾ കേഡർ പാർട്ടി പോകുമെന്നാ പറഞ്ഞേ. ഇനി നിങ്ങൾ പിന്നെ അയോധ്യയിലെ സംഭവം പറഞ്ഞു, അതുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ സമയമില്ലല്ലോ. നിങ്ങൾ സ്വർണം കെട്ടവൻ ആരപ്പ എന്ന പാട്ടിറക്കിയില്ലേ? ശബരിമലയുടെ 10,000 ഇരട്ടി സ്വത്തല്ലേ ഈ പിന്നെ അയോധ്യയിൽ? എന്താ ഒരു പാട്ടിറക്കാത്ത? എന്താ ക്യാമ്പയിൻ ചെയ്യാത്ത? ഈ സ്വർണം കട്ട കേസിലെ പ്രതി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നോ VD സതീശിന്റെ കൂടെ? ഈ സ്വർണം കട്ട കമ്പനിയുടെ അഡ്വക്കേറ്റ് കേരളത്തിൽ അഡ്വക്കേറ്റ് ആയിട്ട് നിങ്ങൾ നിയമിച്ചായിരുന്നോ? ഈ സ്വർണം കട്ട പ്രതികളെല്ലാം കൂടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയായിരുന്നോ? വീണ്ടും നിങ്ങൾക്ക് നാണോ മാനോ ഇല്ല ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ? എന്നിട്ട് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ കൊടുത്ത വെള്ളി കട്ടയുണ്ടല്ലോ, അതാ മോഷിച്ചുകൊണ്ട് പോയെ. എന്റെ അച്ഛന്റെ സ്വപ്നമാണ് അയോധ്യയിൽ പള്ളി പൊളിച്ച് അമ്പലം പണിയെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞേ. ആ മഹതി കൊടുത്തിട്ടുള്ള വെള്ളിക്കട്ട ഉൾപ്പെടെ അവിടെ ആമ്പിള്ളേർ അടിച്ചോണ്ട് പോയി. 200ഓളം വെള്ളിക്കട്ടകൾ അടിച്ചോണ്ട് പോയി. അയോധ്യയിൽ കർസേവ നടത്തിയ നേതൃത്വത്തിൽപ്പെട്ടവരാ അത്. രാഹുൽ ഗാന്ധി എന്താ സമരരംഗത്ത് ഇറങ്ങാത്തെ? നേരത്തെ ശ്രീ അജിംഷാദ് പറഞ്ഞതുപോലെ കെജ്രിവാൾ ഉൾപ്പെടെ അവിടെ ചെന്ന്, എവിടെ രാഹുൽ ഗാന്ധി, എവിടെ പ്രിയങ്ക ഗാന്ധി, എവിടെ കോൺഗ്രസ് നേതൃത്വം, എവിടെ ഈ അമ്പലം കൊള്ളയടിച്ചുകൊണ്ട് പോയവർക്കെതിരായിട്ട് എന്താ പ്രതിഷേധം ഇല്ലാത്തെ? അപ്പൊ നിങ്ങളുടെ ശത്രു വെറും മാർക്സിസ്റ്റ് മാത്രമാണ്, കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. അതിനെ ഒടുക്കി കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് അത്തരം പ്രചാരണ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കുറച്ചു നാൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റി. അത് നിങ്ങളുടെ മാത്രം ഗുണം കൊണ്ടല്ല. കേരളത്തിൽ കുറെ അധികം മാധ്യമങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽപ്പുണ്ട്. അവർ പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ അവർക്കും ഒരു പങ്കുണ്ട്. അവരെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. അതിന്റെ പേരിലാണ് നിങ്ങൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. പക്ഷെ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങി. വിലക്കയറ്റം കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ പലരും പല BJP നേതാക്കന്മാരുടെ ഡൊമസിലുള്ള അവരിപ്പോഴും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ കുറിച്ചാണ് ഇപ്പോഴും ചർച്ച ചെയ്തത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുക, ജീവിക്കാൻ വയ്യാതായി, റോഡിൽ ഇറങ്ങാൻ വയ്യാതായി. പ്രൈവറ്റ് ബസ്സും അവരുടെ കുടുംബങ്ങൾ മൊത്തം തകർന്ന്, ഓരോ മേഖല തകർന്നുകൊണ്ടിരിക്കുക. പെൻഷൻ കൂട്ടി കിട്ടുമെന്ന് വിചാരിച്ച് ഉള്ള പെൻഷൻ പോലും കൊടുക്കുന്നില്ല. ഈ സ്ത്രീകൾക്ക് യാത്ര കുറച്ചു പേർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ 35 ലക്ഷം പേർക്ക് കിട്ടുന്ന 1000 രൂപ ഇല്ലാതായി. 35 ലക്ഷം പേർക്ക് 1000 രൂപ കൊടുക്കണമെങ്കിൽ 3500-4000 കോടി വേണം.
ഇത് 600 കോടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്ര നടത്താം. അപ്പൊ മൂകാംബികയെ പാൻ പറഞ്ഞു, മൂന്നാറിൽ പാൻ പറഞ്ഞു, മരുമകളുടെ വീട്ടിൽ പാൻ പറഞ്ഞു, ദാ കിടക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കണോ രജിനെ? അതുകൊണ്ട് രജിനെ പോലുള്ള പുതിയ തലമുറ ആലോചിക്കും.